ഓം ശാന്തി. നെഗറ്റിവിറ്റി തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് തവണ പരിശ്രമിച്ചിട്ടും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ ആളുകളെ നമുക്ക് കാണാനും സാധിക്കും. നെഗറ്റിവിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ന് നല്ലൊരു ഉപായം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ വിചാരിക്കുകയാണ്. ഇതിൽ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഒരാൾ പുതിയതായിട്ടൊരു വീടുണ്ടാക്കി, ഏതാണ്ട് 50 ലക്ഷത്തോളം ചിലവഴിച്ചുണ്ടാക്കിയ സൂപ്പറായിട്ടൊരു വീട്. അദ്ദേഹത്തിനൊരു ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ ക്ലോസ് ആയിരിക്കുന്ന കൂട്ടുകാരൻ പുതിയ വീട്ടിൽ താമസിക്കാൻ പുതിയ വീട്ടിൽ വന്ന് കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നു. കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിച്ച സമയത്ത് അയാളുടെ പുറത്തൊരു ചാക്കുണ്ടായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചു, കൂട്ടുകാരനെ കണ്ടു. സന്തോഷത്തോടെ ആ പുതിയ വീടുണ്ടാക്കിയ ആൾ വാതിൽ തുറന്നപ്പോൾ അദ്ദേഹം പുറത്തുണ്ടായിരുന്ന ചാക്കില് എന്തൊക്കെയോ നാറുന്ന വേസ്റ്റുകൾ, അതെന്തൊക്കെയാണെന്നും പറയാൻ വയ്യ, അത്രയും മോശമായിട്ടുള്ള ചീഞ്ഞു നാറുന്ന സാധനങ്ങളാണ് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അകത്ത് കിടന്നു. ഒരു സംശയവും കൂടാതെ ആ മനോഹരമായി സെറ്റ് ചെയ്ത വിസിറ്റിംഗ് റൂമിൻ്റെ ഉള്ളിലേക്ക് ആ ചാക്കിനെ അങ്ങ് കൊട്ടി. ഇയാൾ ചോദിച്ചത്, എന്താ നീ കാണിക്കുന്നത്, എന്താ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ, സോറി, അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു. ഇയാളുടെ പുതിയ വീട് പണിത ആളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? ഒരു സംശയവും വേണ്ട. എന്ത് പണിയാണ് നീ ഇത് കാണിക്കുന്നതെന്ന് ചോദിച്ചേക്കും, ചിലപ്പോൾ ചീത്ത പറഞ്ഞേക്കാം. എന്നാലും അത്രയും ഒഴിവാക്കാനാവാത്ത ഫ്രണ്ടാണ്. വരരുത് എന്ന് പറയാൻ പറ്റില്ല. കഷ്ടപ്പെട്ടു, ക്ലീൻ ചെയ്തു, എല്ലാം റെഡിയാക്കി അയാളൊരു സോറിയും പറഞ്ഞ് പോയി കളഞ്ഞു. നിങ്ങൾ വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചു. രണ്ടാമത് ഇനിയൊരു ദിവസം വന്നു. അന്ന് അവൻ്റെ കയ്യിൽ കുറച്ചും കൂടെ വലിയൊരു ചാക്കുണ്ടായിരുന്നു. കൊണ്ടുവന്ന് കയറി വന്നു, നേരത്തെ ചെയ്ത സെയിം റിപ്പീറ്റ് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾ പിടിച്ച് പുറത്താക്കും അയാളെ വീടിനുള്ളിൽ, നീ വരരുതെന്ന് പറഞ്ഞേക്കും. അല്ലെങ്കിൽ നിനക്ക് എന്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചേക്കാം, മാനസികമാണെന്ന് തോന്നിയേക്കാം. പല രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചേക്കാം. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും അയാൾ വരികയാണ്. അയാളുടെ കയ്യിൽ നിങ്ങൾ കോളിംഗ് ബെൽ അടിച്ച് ലെൻസിലൂടെ നോക്കുമ്പോൾ കൂട്ടുകാരനാണ്, പക്ഷെ കയ്യിൽ 2 ചാക്ക് കാണുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക? ഒരു സംശയമില്ല, വാതിൽ തുറക്കില്ല. ഈവൻ ഗേറ്റിൻ്റെ പുറത്തുനിന്ന് അയാളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ തന്നെ പുറക്കാൻ പോവില്ല. സംശയമില്ലല്ലോ. ഇത് തന്നെയാണ് നെഗറ്റിവിറ്റി ഒഴിവാക്കാനുള്ള നമ്പർ 1 ആയിരിക്കുന്ന മെത്തേഡ്. ഒരുപാട് ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം തന്നെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അവരുടെ ലക്ഷ്യം മീൻസ് അത് പറയണമെന്ന് വിചാരിച്ച് പറയുന്നതെന്ന് ഞാൻ പറയില്ല കേട്ടോ. ചിലരുടെ സ്വഭാവമായിപ്പോയി എന്തിലും നെഗറ്റീവ് കാണുക, സംസാരിക്കാൻ ആരുടെയെങ്കിലുമൊക്കെ കുറ്റങ്ങൾ, കുറവുകൾ, അവരങ്ങനെ ഇവരിങ്ങനെ. അവരുടെ മൈൻഡിൽ പ്ലാനിങ് ഉണ്ടായിരിക്കില്ല. അവർക്ക് ജീവിതത്തിൽ സ്വന്തമായി ചെയ്ത് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കില്ല. നല്ലതായിട്ടുള്ള സംസ്കാരങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സംഘത്തിൽ വരുമ്പോൾ നിങ്ങളുടെ നല്ല കൂട്ടുകാരൻ വേസ്റ്റിൻ്റെ ചാക്കും കൊണ്ടുവരികയാണെങ്കിൽ പോലും ആ ചാക്കും കൊണ്ടുവരികയാണ് വരവെന്ന് കണ്ടു കഴിഞ്ഞാൽ വാതിൽ തുറക്കാതിരിക്കുക. മീൻസ് ഇപ്പം ഞാൻ ബിസിയാണ്, വേസ്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാൻ തുടങ്ങുന്നു, പക്കാ നെഗറ്റീവാണ്, വേണ്ടാത്തതാണെന്ന് കണ്ടാൽ ഞാൻ ഭയങ്കര ബിസിയാണ്, ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല, എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമുക്ക് പിന്നെ കാണാം, ഞാൻ ഇപ്പോഴാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയേക്കണം. വാതിൽ തുറന്നു കൊടുത്താൽ വീടിൻ്റെ ഉള്ളിലിട്ട വേസ്റ്റ് പിന്നെയും നിങ്ങൾക്ക് വൃത്തിയാക്കി അതിന് എയർ ഫ്രഷ്നർ യൂസ് ചെയ്തിട്ടോ 2-3 പ്രാവശ്യം കഴുകി തുടച്ചിട്ടോ നിങ്ങൾക്ക് വൃത്തിയാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലിട്ട് പോകുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അതിനെ വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അതവിടെ കിടക്കും. അത് സമയം വരുമ്പോൾ ഒരു ചെറിയ വൈറസ് ഇന്ന് ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കും പോലെ സമയം വരുമ്പോൾ നമ്മുടെ സ്വന്തം ലോകത്തെ വിറപ്പിക്കുന്ന വൈറസായിട്ട് അത് പുറത്തു വരികയും ചെയ്തോളും. അതുകൊണ്ട് വേസ്റ്റായ കാര്യങ്ങളാണെങ്കിൽ, ആ കൊണ്ടുവരുന്നവരാണെങ്കിൽ അവരോട് സ്ട്രിക്ട്ലി നോ പറയാൻ ഒരു വിഷമം വിചാരിക്കരുത്. എൻ്റെ ഇന്ന ബന്ധുവല്ലേ, അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇപ്പം എന്ത് വിചാരിക്കും, ഇവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് എന്ത് വിചാരിക്കുന്നു വിഷമിക്കേണ്ട. ആ ബന്ധു നിങ്ങളുടെ ബന്ധുവല്ല, യഥാർത്ഥ ശത്രുവാണ്. ഞാൻ എപ്പോഴും ഓർമ്മിക്കും, ഭഗവാന്റെ മഹാവാക്യത്തിൽ പരമാത്മ പറയാറുണ്ട്, നിങ്ങളുടെ അടുത്ത് നെഗറ്റീവായിട്ട് ഒരാൾ ഷെയർ ചെയ്യാൻ വരുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, ഇവരെൻ്റെ മിത്രമല്ല, ശത്രുവാണ് എന്ന്. നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്നുവെങ്കിൽ, നല്ല കാര്യങ്ങൾ കൂടാൻ ഒത്തുചേരുന്നുവെങ്കിൽ അവർ നമ്മുടെ മിത്രമാണ്. മോശമായ കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി കൂടിച്ചേരുന്നുവെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന്. അതുകൊണ്ട് ശത്രുവിനെ കാണുമ്പോൾ കോട്ടവാതിലടയ്ക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന പതിവാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ കോട്ടവാതിൽ വലിച്ചടച്ചേക്കണം. അത്തരം വാർത്തകൾ കാണാനോ കേൾക്കാനോ അങ്ങനെ സംസാരിക്കാനോ സമയം ചെലവഴിക്കാതിരിക്കുക. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി
ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഒരു വൈറസ് വന്നപ്പോൾ വാതിലടച്ചകത്തിരിക്കും പോലെ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മനസ്സിൻ്റെ വാതിൽ അടച്ചു വെച്ചേക്കണം. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാലേ മനസ്സിൽ നിന്ന് നെഗറ്റീവിനെ ഇല്ലാതാക്കാൻ പറ്റൂ. കൊടുക്കുന്നതെല്ലാം നെഗറ്റീവ് കൊടുത്തുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക, വായിക്കുക. എന്നിട്ട് എനിക്ക് നെഗറ്റീവിനെ അതിജീവിക്കുക വെച്ചാൽ നടക്കില്ല. നമുക്ക് 100% പോസിറ്റീവ് ആവണോ എങ്കിൽ ഇൻപുട്ട് 100% പോസിറ്റീവ് ആവുക വേണം. അതുകൊണ്ട് എന്ത് വായിക്കണം, എന്ത് കേൾക്കണം, എന്ത് കാണണം, ആരോട് ഞാൻ സംസാരിക്കണം, ഏത് വിഷയം ഞാൻ സംസാരിക്കാൻ വേണ്ടി എടുക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തം ചിട്ടകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാമെങ്കിൽ മാത്രമേ 100% പോസിറ്റീവ് ആയിക്കൊണ്ട് ജീവിക്കാൻ പറ്റൂ. നമുക്ക് ഒരു രോഗം വരുന്ന സമയത്ത് പ്രതിരോധശേഷി കൂടാനും നമുക്ക് വേണ്ടതായിരിക്കുന്ന കെയറിങ്ങിനും നമ്മൾ ശ്രദ്ധിക്കും പോലെ നമ്മുടെ മനസ്സിനെ രോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള പോസിറ്റീവ് തോട്ട്സ് നമ്മൾ കഴിക്കാൻ തയ്യാറാവണം. ഒപ്പം തന്നെ നെഗറ്റീവായിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് നേരെ വാതിലടയ്ക്കാൻ തയ്യാറാവണം. എങ്കിൽ 100% പോസിറ്റീവ് ആയിക്കൊണ്ട് മുന്നോട്ട് പോവാം. 100% നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾക്കത് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.